നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. വളരുന്ന ടൂറിസം, തളരുന്ന കായൽ. കൈനഗിരി ഗ്രാമപഞ്ചായത്തിൽ ടൂറിസത്തിന്റെ മറവിൽ കായൽ കയ്യേറ്റം വ്യാപകം. ചിത്തിരക്കായൽ ഒരുങ്ങുന്നു 2 പതിറ്റാണ്ടിന് ശേഷം പുഞ്ചയ്ക്കായി. നിലമൊരുക്കൽ വിലയിരുത്താൻ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ സംഘം കായൽ നിലം സന്ദർശിച്ചു. കർഷക സദസ്സ് ഈ മാസം 15-ന്. നെടുമുടിയിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിലെത്തിക്കാൻ കർഷക സദസ്സ്. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. കൈനഗിരി പഞ്ചായത്തിൽ ടൂറിസത്തിന്റെ മറവിൽ കായൽ കയ്യേറ്റം വ്യാപകം. അറിയാത്ത ഭാവത്തിൽ അധികാരികൾ. പഞ്ചായത്തിലെ മീനപ്പള്ളി വട്ടക്കായലിലാണ് ടൂറിസത്തിന്റെ മറവിൽ കായൽ കയ്യേറി പൈലിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 350 മീറ്ററോളം കായൽ കയ്യേറി പൈലിംഗ് നടക്കുകയാണ്. ഈ പണികൾ പൂർത്തീകരിച്ച് വട്ടക്കായലിൽ റോഡ് നിർമ്മിക്കുവാനാണ് ടൂറിസം വകുപ്പിന്റെ ഒത്താശയോടെ സ്വകാര്യ ഹൌസ് ബോട്ട് ഉടമകളും ചേർന്ന് ശ്രമിക്കുന്നത്. ഈ കോൺക്രീറ്റ് പാലത്തിന്റെ ഇരുവശവും ഹൌസ് ബോട്ടുകൾ അണിയണിയായി കെട്ടിയിടുമ്പോൾ കടുത്ത പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾക്കിത് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. കേരളത്തിലെ ഏറ്റവും സാംക്രമികമായ ക്യാൻസർ രോഗികൾ പെരുകുന്നത് കൈനഗരിയിലാണ്. ഇത്തരം അശാസ്ത്രീയ ടൂറിസം പദ്ധതി കൂടി വട്ടക്കായലിൽ ആരംഭിക്കുന്നതോടെ ക്യാൻസർ ക്രമാതീതമാകും. ജലജന്യ രോഗങ്ങളും കായൽ മലിനീകരണവും നിമിത്തം കുട്ടനാട്ടിലെ കൈനഗരി ജനവാസമില്ലാത്ത ശ്മശാന ഭൂമിയായി മാറും. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അശാസ്ത്രീയമായ വിനോദസഞ്ചാര വികസനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP കൈനഗരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR മോഹനൻ പറഞ്ഞു. ഈ ഫയലിൽ ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടി നാട്ടുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടി വരുമ്പോൾ ഇപ്പോൾ തന്നെ കൈനഗരി എന്ന് പറയുന്ന പ്രദേശം ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു പഞ്ചായത്താണ് കൈനഗരി പഞ്ചായത്ത്. ആ കൈനഗരി പഞ്ചായത്തിന്റെ ഈ വട്ടക്കായലിൽ ഇതുപോലെയുള്ള ടൂറിസത്തിന്റെ വികസന പ്രവർത്തനം നടന്നാൽ ധാരാളം ആളുകൾ ഇനിയും ഈ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് അടിമകളാവും. ക്യാൻസർ രോഗം മാത്രമല്ല, ഈ വെള്ളം മോശമാകുന്നതനുസരിച്ച് ഇപ്പോൾ ജലനിർഗമന ആഗമന മാർഗം ഇവിടെ നിശ്ചലമാവുകയാണ്. അപ്പോൾ ജലജന്യ രോഗങ്ങളുണ്ടാവും. ഇതിനൊന്നും അധികാരികൾക്ക് കണ്ണുറക്കാൻ കഴിയുന്നില്ല. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഈ കൈനഗരിയിൽ എങ്ങനെയാണ് വന്നത്? ഈ വട്ടക്കായലിൽ ഈ കായൽ സംരക്ഷണ നിയമം ഇരിക്കുമ്പോൾ ഈ കായൽ കയ്യേറ്റത്തിനെതിരെ ശബ്ദിക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. ഇതെല്ലാവരെയും ഒത്താശയോടുകൂടി നടക്കുന്ന ഒരു സംരംഭമായിട്ടാണ് BJPക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വിധത്തിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. അടിയന്തരമായി നിർത്തിവെച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, കളക്ടർ അടക്കമുള്ള അതിന്റെ ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട മന്ത്രി അടക്കമുള്ള കേരള സർക്കാർ തലത്തിൽ കേരള സർക്കാരിന്റെ പ്രധാന മേൽനോട്ടത്തിൽ തന്നെ ഇതിന്റെ അന്വേഷണം നടക്കണം. ഇതല്ലെങ്കിൽ ഞങ്ങൾ ഈ ബന്ധപ്പെട്ട ആളുകൾ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ ഇതിന്റെ വകുപ്പ് തലത്തിൽ പരാതികൾ നൽകുകയും ആ പരാതിയുടെ കോപ്പികൾ ഞങ്ങൾ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. 2 പതിറ്റാണ്ട് തരിച്ചു കിടന്ന ചിത്തിരക്കായൽ പാടശേഖരം പച്ച പുതയ്ക്കാൻ തയ്യാറായി. നവംബർ 16-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഒരുക്കങ്ങൾ വിലയിരുത്തി. കൃഷി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് പാടശേഖരത്തെ നിലമൊരുക്കൽ ജോലികൾ പൂർത്തിയായി വരികയാണ്. 715 ഏക്കർ വരുന്ന ചിത്തിരക്കായലിൽ 406 ഏക്കറിലാണ് ഇക്കുറി കൃഷി ഇറക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചിത്തിരക്കായൽ കക്ക ഖനനത്തിനായി വിട്ടു നൽകിയിരുന്നു. ഖനനം നടത്തിയ പ്രദേശം പൂർണ്ണമായും കുഴിഞ്ഞ നിലയിലാണ്. കക്ക ഖനനം നടത്തിയ പാടശേഖരം ഉണക്കിയതിനു ശേഷം യന്ത്രം ഉപയോഗിച്ച് നിരപ്പാക്കി അടുത്ത സീസണിൽ കൃഷി ഇറക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ പറഞ്ഞു. നമ്മൾ 1 വർഷം മുമ്പ് തുടങ്ങിയതാ ഇതിനുവേണ്ടി. ഇവിടെ കൃഷി ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ, ജനറലായിട്ട് ഐഡിയ ഈ ജോസ് ജോണാണ് ആദ്യം കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങൾ 2-3 പേര് പഴയ ഇതിന്റെ കൃഷി നടത്തിയ മോഹൻദാസ്, അങ്ങനെ കുറച്ച് പേര് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഒരു പ്രിലിമിനറി ഡിസ്കഷൻ നടത്തിയതിന്റെ ബേസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രി ഇതിന് മുന്നോട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ നമ്മളിത് 1 വർഷം എടുത്തു. കാര്യം ഇതിൽ ഈ പൈലൻ സ്ലാബിന്റെ ഇറിഗേഷന്റെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയിട്ടിരുന്നു. അതിനെ ഓരോ മാസവും റിവ്യൂ ചെയ്ത് ഓരോ ഡെഡ് ലൈൻ കൊടുത്ത് അങ്ങനെയാണ് ഈ അവസാനം ഈ സ്റ്റേജ് എത്തിയത്. ചിത്രക്കായലിന്റെ
നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റേജായി 16-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുവാണ്. പക്ഷേ ഇതിനകത്ത് നിന്നുള്ള എനിക്ക് തോന്നുന്ന ഒരു 40% നമുക്കിപ്പം ഫസ്റ്റ് സ്റ്റേജിൽ പറ്റുള്ളൂ. കാര്യം ഈ 20-22 വർഷമായിട്ട് ഇങ്ങനെ കിടന്നതിൽ പിന്നെ ഇതിന്റെ ഇത് നടന്നിട്ടുണ്ട്. കക്ക ഡ്രഡ്ജ് ചെയ്തെടുത്തതിന്റെ ഒരുപാട് പോർഷൻ അങ്ങനെ വളരെ കുഴിയായിട്ട് കിടക്കുകയാണ്. പിന്നെ അല്ലാതെ മാനുവലായിട്ട് ഒരുപാട് ചെറിയ തോതിലൊക്കെ വാരി ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഈ 22 വർഷവും മാനുവലായിട്ടും വാരുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ കാരണം ഇത് അൺഈവനും ഭയങ്കര ലൂസ് ഓയിലായിരിക്കും. അപ്പോൾ ഒരു അടുത്ത വർഷം തീർച്ചയായിട്ടും 100% നമുക്ക് മൊത്തം കൃഷിയും ചെയ്യാൻ പറ്റും എന്നാണ്. തീർച്ചയായിട്ടും പറ്റും. കായലിൽ വിതയ്ക്കുന്നതിനായി ഉമ ഇനത്തിൽപ്പെട്ട 20 ടൺ വിത്ത് പാടശേഖരത്ത് എത്തിച്ചിട്ടുണ്ട്. 60 കുതിരശക്തിയുള്ള 4 പമ്പുകളും 40 കുതിരശക്തിയുള്ള 1 പമ്പ് ഉപയോഗിച്ച് 1 മാസം കൊണ്ടാണ് കായലിലെ വെള്ളം വറ്റിച്ചത്. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായിട്ടാണ് പാടശേഖരത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്തിയത്. ഇതിൽ 3/4 ഭാഗവും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. കായലിൽ നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷി നടത്താനും തീരുമാനമായി. കാർഷിക ബജറ്റ് നടപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ്. കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ, പാക്കേജിന്റെ പരാജയം, കാർഷിക ബജറ്റ് എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നെൽ കർഷക സദസ്സ് സംഘടിപ്പിക്കുമെന്നും കേരള കോൺഗ്രസ്. ഈ മാസം 15-ന് നെടുമുടി പാലത്തിന് സമീപം രാവിലെ 11-നാണ് നെൽകർഷക സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത് കുട്ടനാട്ടിലെ കാർഷിക മേഖലയെ സർക്കാർ ഒരു വിധത്തിലും പരിഗണിക്കുന്നില്ല. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ എത്ര പരാതികളും നിവേദനങ്ങളും കൊടുത്തു കഴിഞ്ഞാലും ഒരു വിധത്തിലുള്ള തീരുമാനം ചെയ്യുന്നില്ല. അതിന് വേണ്ട കർഷകരെ സംരക്ഷിക്കാൻ വേണ്ട ഒരു നടപടികളും ഒരു സർക്കാരും ഇതുവരെ ചെയ്തിട്ടില്ല. ആയതിനാൽ കുട്ടനാട്ടിലെ കർഷകരെ ഒന്നടങ്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സദസ്സിന് പുറകെ വീണ്ടും ഡിസംബർ 13-ാം തീയതി രാമകരിയിൽ വെച്ച് വീണ്ടും കുട്ടനാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാറും അതിനുശേഷം ഡിസംബർ അവസാനത്തോടുകൂടി പ്രധാനമന്ത്രിക്കും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്കും 540 MP-മാർക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും എല്ലാവർക്കും നിവേദനം കൊടുക്കുകയും ഇതിന്റെ നടത്തിപ്പ് എത്രയും പെട്ടെന്ന് കൃഷി മേഖലകൾ മാത്രമല്ല കുട്ടനാട് പാക്കേജ് സ്തംഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടനാട് പാക്കേജ് കൃത്യമായ രീതിയിൽ പഠിച്ച് കുട്ടനാട്ടിലെ കർഷകനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വാമിനാഥൻ കമ്മീഷൻ നടപ്പാക്കിയ സംഗതികൾ പുനർജീവിപ്പിച്ച് നടപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് കേരള കോൺഗ്രസ് കർഷക യൂണിയന്റെ ആവശ്യം. കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് സദസ്സ് ഉദ്ഘാടനം ചെയ്യും. നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി അഞ്ചിൽ അധ്യക്ഷനാകും. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോൺ ജേക്കബ് ഊരാംവേലിൽ മുഖ്യ പ്രഭാഷണം നടത്തും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലുണ്ടായ കൃഷിനാശത്തിന് ഏക്കറിന് 25,000 രൂപ വീതം നൽകുക, പമ്പിംഗ് സബ്സിഡി പൂർണ്ണമായും സർക്കാർ വഹിക്കുക, രാസവള വില വർധനവ് തടയുക തുടങ്ങി നിരവധി വിഷയങ്ങളും കർഷക സദസ്സിൽ ചർച്ച ചെയ്യും. ജോൺ ജേക്കബ് ഊരാംവേലിൽ, സണ്ണി അഞ്ചിൽ, തങ്കച്ചൻ പടിഞ്ഞാറേക്കളം, പ്രൊഫസർ ജോജോ ചേന്നങ്കര, ലിയോ കാവാലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന ചിത്രത്തിൽ പി കൃഷ്ണപിള്ളയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദക്ഷിണേന്ത്യൻ സംവിധായകനും നടനുമായ സമുദ്രകനി മുഹമ്മയിലെ പി കൃഷ്ണപിള്ള സ്മാരകം വ്യാഴാഴ്ച സന്ദർശിക്കുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു. നവംബർ 14-ന് ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്താനിരിക്കെയാണ് സമുദ്രകനിയുടെ സന്ദർശനം. വ്യാഴാഴ്ച വൈകുന്നേരം 3:30-നാണ് സമുദ്രകനി പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ സന്ദർശനം നടത്തുന്നത്. CPIM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ലളിതമായ ചടങ്ങിൽ ചിത്രത്തിന്റെ സംവിധായകൻ അനിൽ V നാഗേഷ് സ്വാഗതം പറയും. സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ വിപ്ലവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചതിനെ തുടർന്ന് ഈ സിനിമയിലെ പി കൃഷ്ണപിള്ളയുടെ വേഷം ചെയ്തത് പ്രമുഖനായ തമിഴ് ചലച്ചിത്ര നടനും സംവിധായകനും ആയ സമുദ്രകനിയാണ്. ഈ സിനിമാ പ്രവർത്തനങ്ങളെ തുടർന്ന് സമുദ്രകനി പി കൃഷ്ണപിള്ളയുടെ ഒരു ആരാധകനായി മാറുകയാണ്. അപ്പം അദ്ദേഹം നാളെ നവംബർ 13-ാം തീയതി പി കൃഷ്ണപിള്ളയുടെ മുഹമ്മയിലെ സ്മാരക മന്ദിരത്തിലെത്തുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും അതോടനുബന്ധിച്ച് അവിടെ ഒരു യോഗം നടക്കുകയും ചെയ്യുന്നുണ്ട്. CPMന്റെ
ജില്ലാ സെക്രട്ടറി സഹോ CB ചന്ദ്രബാബു, അതുപോലെ പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ സഹോ PK മേദിനി അടക്കം ഉള്ള ആളുകൾ, അതുപോലെ സഹോ P കൃഷ്ണപിള്ളയോടൊപ്പം പ്രവർത്തിച്ച ആദ്യകാല അദ്ദേഹത്തിൻ്റെ അടുപ്പമുണ്ടായിരുന്ന ചില ആളുകൾ, അവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ഇവരെല്ലാം ഈ ചടങ്ങിൽ എത്തുന്നുണ്ട്. P. തിലോത്തമൻ MLA, PK മേദിനി, റിതേഷ് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നടനും സംഘാടകനുമായ അജയ് കുമാർ, നടൻ ജയൻ, ചിത്രത്തിന്റെ സഹസംവിധായകൻ സുധീഷ്, റെജി എന്നിവരും പങ്കെടുത്തു. AC കനാൽ നവീകരണവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി പൂവം ഭാഗത്ത് നടത്തിയ കൽക്കെട്ട് നിർമ്മാണവും ഗ്രൌണ്ട് ഫില്ലിംഗിലും വൻ അഴിമതി. ഗ്രൌണ്ട് ഫില്ലിംഗ് നടത്താതെ ബില്ല് മാറാനുള്ള ശ്രമം നടക്കുന്നതായി ആരോപണം. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി നടക്കുന്ന AC കനാൽ നവീകരണം തുടക്കം മുതലേ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കോൺട്രാക്ടർമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പദ്ധതികളെ വഴിതിരിച്ചു വിടുകയാണ് ഉദ്യോഗസ്ഥന്മാർ. AC കനാൽ നവീകരണം എന്ന ആശയം ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ നടപ്പാക്കണം എന്ന് നിർദ്ദേശിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്. കനാലിന്റെ വശങ്ങളിൽ കൽക്കെട്ടുകൾ നിർമ്മിക്കുകയും ഇതിനുള്ളിൽ കനാൽ ആഴം കൂട്ടുമ്പോൾ കിട്ടുന്ന ചെളിയും മണ്ണും ഉപയോഗിച്ച് നിറയ്ക്കുകയും ഇതുവഴി വെള്ളപ്പൊക്ക കാലത്ത് കോളനികളിൽ വെള്ളം കയറുന്നത് തടയുവാനും പാടശേഖരങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ നമ്മുടെ നാട്ടിലെ അഭിനവ എഞ്ചിനീയർമാർ കേട്ടതാകട്ടെ കൽക്കെട്ട് നിർമ്മാണം എന്നത് മാത്രം. ഫലത്തിൽ പായിപ്പാട് പഞ്ചായത്തിലെ 1-16 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന പൂവം AC കോളനിയിൽ നിർമ്മിച്ച കൽക്കെട്ട് റോഡിൽ നിന്ന് 3/4 മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്നു നിൽക്കുന്ന കൽക്കെട്ടുകൾക്കുള്ളിൽ മണ്ണ് നിറയ്ക്കാത്തതുമൂലം ഏത് നിമിഷവും ഇത് തകർന്നു വീഴാവുന്ന സ്ഥിതിയാണ്. കോടികൾ മുടക്കിയിട്ടും നാടിന് ഗുണം ചെയ്യാത്ത തരത്തിൽ നിർമ്മാണം നടത്തി കൈകഴുകാനുള്ള ശ്രമത്തിലാണ് കോൺട്രാക്ടറും ഉദ്യോഗസ്ഥന്മാരും. ഇതിനെതിരെ ശക്തമായ സമരത്തിന് ഒരുങ്ങുമെന്ന് വാർഡ് മെമ്പർ ജയൻ പറഞ്ഞു. പായിപ്പാട് പഞ്ചായത്തിലെ 1-16 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമായിട്ടുള്ള AC കോളനി, 1-ാം പാലം മുതൽ രണ്ടാം പാലം വരെയുള്ള സ്ഥലത്ത് ഏതാണ്ട് 3 കിലോമീറ്റർ നീളമാണ് ഈ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടെ സ്വാമിനാഥൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കുട്ടനാട് പാക്കേജിലെ തോട് നവീകരണവും ആഴം കൂടുതലുമായി ബന്ധപ്പെട്ട് വന്ന സന്ദർഭത്തിൽ കൽക്കെട്ട് കെട്ടോട് വരുന്ന സ്ഥലത്ത് ഏതാണ്ട് 2.5 കിലോമീറ്റർ നീളത്തിനടുത്ത് നിലവിലുള്ള ഭാഗത്ത് കല്ല് കെട്ടിയിരിക്കുന്നത് എർത്ത് ബില്ലിംഗ് ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ കാലവർഷം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം പൊങ്ങി ഒറ്റപ്പെട്ടു പോകുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ കെട്ടിന് എർത്ത് ബില്ലിംഗ് ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു വർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടർ അടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ എർത്ത് ഫില്ലിംഗ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഫില്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് എഞ്ചിനീയറിംഗ് വിങ്ങിന്റെയും അധികാരിയുടെയും ഭാഗത്തു നിന്നുള്ളൊരു ശ്രമകരമായ നിലപാടുണ്ടായി. ഈ കോടിക്കണക്കിന് രൂപയുടെ വർക്ക് പ്രദേശവാസികൾ ഏതാണ്ട് 100 ചില്ലുവാനം വീടോളം വരുന്ന പ്രദേശവാസികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കൽക്കെട്ട് പോകാത്ത സംവിധാനത്തിലും താമസക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ എർത്ത് ബില്ലിംഗ് നടത്തി വഴികൾ സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അതനുസരിച്ച് ചെയ്യുന്നില്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ പ്രദേശത്തെ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക തലത്തിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് പോകുന്ന തരത്തിലേക്കൊരു സാഹചര്യം ഉണ്ടാകാത്ത നിലയിൽ ഇത് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുവാൻ. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. പുളിങ്കുന്ന് പഞ്ചായത്തിലെ ചതുർത്ഥ്യാഗിരി 1-ാം വാർഡിലുള്ള ഗുരുദേവ ക്ഷേത്രത്തിലും അനുബന്ധ അംഗൻവാടി കെട്ടിടത്തിലും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മദ്യപിച്ചെത്തിയ സംഘം SNDP ഓഫീസ് കെട്ടിടത്തിന്റെയും അംഗൻവാടിയുടെയും മേൽക്കൂരയിലെ ഓടും ജനാലകളും നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. മദ്യപിച്ചെത്തിയ സംഘമാണ് ഇതിനു പിന്നിലെന്ന് SNDP ഭാരവാഹികൾ പറഞ്ഞു. ഇതിനു മുമ്പും ഇത്തരം സാമൂഹ്യവിരുദ്ധ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുരുന്നുകൾ പഠിക്കുന്ന അംഗനവാടിയോടും ഗുരുദേവ ക്ഷേത്രത്തോടും കാട്ടിയ അക്രമത്തിൽ കുട്ടനാട് SNDP യൂണിയൻ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇന്നലെ രാത്രിയിൽ 9:30 മണിയോടുകൂടി മഴ കാരണം വഴിയെ വന്ന ഒരാള് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഞങ്ങളുടെ സഹായോഗം ഓഫീസിന്റെ കെട്ടിടത്തിനോട് ചേർന്ന് ഒരു അംഗനവാടി നടക്കുന്നുണ്ട്. ആ അംഗനവാടിയിൽ ആ ആള് വന്ന് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് 2 ഗുണ്ടകൾ ഈ പരിസരത്തുള്ള അദ്ദേഹത്തിനോട് പിണക്കമുള്ളവരായിരിക്കാം. അവർ അതിനകത്ത് അതിക്രമിച്ച് കടന്ന് അയാളെ മാരകമായ രീതിയിൽ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഉപദ്രവത്തിൽ അവിടെ കിടന്ന് ഒരു വ്യക്തി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സഹായോഗം പ്രവർത്തകർ വേണം ഇതിന് സമാധാനം പറയുക. ഇതൊന്നും ഞങ്ങൾ അറിയാതെ നടന്ന സംഭവങ്ങളാണ്.
ഇതിനെല്ലാം ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുവാൻ ഞങ്ങളുടെ ശാഖായോഗം കമ്മിറ്റിയും യൂത്ത് മൂവ്മെന്റും മഹിളാ സമാജം എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. പുളുങ്കുന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം പ്രമാണിച്ച് നവംബർ 14 വെള്ളിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ഇനി ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. എടത്വ വിദ്യാ വിനോദിനി ഗ്രന്ഥശാല നേതൃത്വത്തിൽ ശിശുദിന ആഘോഷം സംഘടിപ്പിക്കുന്നു. നവംബർ 14 നെഹ്റു ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ ശിശുദിന റാലി, പ്രസംഗ മത്സരം എന്നിവ നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേള വ്യാഴാഴ്ച സമാപിക്കും. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും നടക്കും. ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പരിചയമേളയും ഗവൺമെന്റ് മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ IT മേളയും നടക്കും. 11 ഉപവിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും വിജയിച്ച 5000-ലധികം വിദ്യാർത്ഥികളാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത്. വർദ്ധിപ്പിച്ച മുദ്രവില പിൻവലിക്കുക, താരിഫ് വില വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരം എഴുത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിന് സമീപത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രശ്നത്തിന് പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആധാരമെഴുത്തുകാരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൂടെ പ്രശ്നമായി കാണുന്നു എന്നുള്ളതാണ് ഞാൻ പ്രദാനം ചെയ്യുന്ന സംഘടന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൂടി കൈക്കൊണ്ട തീരുമാനം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക.
ഇവിടെ UDFന്റെ ഭരണമാണ്. ഭരണനിർവഹണത്തിന്റെ ഭാഗമായി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്നു. എന്നാൽ ജനങ്ങളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി തന്നെ സമയബന്ധിതമായി ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PT ജോൺ പെരുമ്പാവള്ളി അധ്യക്ഷനായ യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് വെളിയാകുളം പരമേശ്വരൻ, അനിൽകുമാർ, സോമൻപിള്ള, പുരുഷോത്തമൻപിള്ള എന്നിവർ സംസാരിച്ചു. മിനിമം വേതനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി വ്യാപാരികൾ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ താലൂക്ക് പ്രസിഡന്റ് AM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏതെങ്കിലും ഒരു നിലനിർത്തം ചെയ്താൽ കേരളത്തിലെ 14,256 റേഷൻ അടുത്തുമെന്ന പ്രഖ്യാപനത്തിന് മുന്നോടിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം 16 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സമരത്തിന് പോയത്. ഒരു ജനാധിപത്യ മര്യാദ പാലിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ നോട്ടീസിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമായിരുന്നു. 18 ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ച അലസിപ്പിടിച്ചു. ഉടനെ നടപടിയിലേക്ക് പോകുന്നു. വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചത് ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഇതിനോട് ഈ ഗവൺമെന്റിനോടും മാത്രമല്ല ഈ നയത്തോട് തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സമരത്തിൽ സജീവമായി നിൽക്കുന്ന 14,256 റേഷൻ കടകളും അനുബന്ധ തൊഴിലാളികളും അതിനോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം. വൈസ് പ്രസിഡന്റ് ഉദയകുമാർ ഷേണായി അധ്യക്ഷനായി. PR സുരേന്ദ്രൻ, ശശിധരൻ, ലൈജു, അസീസ് എന്നിവർ സംസാരിച്ചു. മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന സക്കറിയ കായിത്തറ അച്ഛന്റെ ചരമ ശതാബ്ദി ആചരണം സംഘടിപ്പിക്കുന്നു. പുളുങ്ങുന്ന് ഫൊറാന പള്ളിയിലാണ് ശതാബ്ദി ആചരണങ്ങൾ നടക്കുക. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമ്മേളനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനാകും. ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ, ഫാദർ ജോസ് മുട്ടത്തുപാടം, മുൻ കേന്ദ്രമന്ത്രി PC തോമസ്, CF തോമസ് MLA, ഡോക്ടർ KC ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. 1987 മുതൽ 95 വരെ വികാരിയായിരിക്കുകയും അവിടെ സഭാത്മകമായ കാര്യങ്ങൾക്ക് വളരെയധികം നവീകരണങ്ങളെ വരുത്തിക്കൊണ്ട് നല്ലൊരു സിസ്റ്റം അവിടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്ത ദീർഘവീക്ഷണമുള്ള ഒത്തിരി മിഷണറി പ്രവർത്തന പരിചയമുള്ള സക്കറിയാസ് കായിത്തറ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമാകുമ്പോൾ അനുസ്മരണ സമ്മേളനമുണ്ട്. സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി MLA CF തോമസ്, പിന്നെ PC തോമസ് XMB, പിന്നെ കുട്ടനാട് മുൻ MLA KC ജോസഫ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ അനുസ്മരണ പ്രസംഗം നടത്തുന്നുണ്ട്. പിന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് കർദിനാൾ തിരുമേനിയായിരിക്കും. അധ്യക്ഷം വഹിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പുളുങ്ങുന്ന ഫെറോന വികാരി ഫാദർ മാത്യു ചൂരവടി, ഫാദർ ചാക്കപ്പൻ നടുവിലേക്കളം, സണ്ണി അഞ്ചിൽ, ചാക്കോച്ചൻ, കാപ്പമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറിയായി വേഴപ്ര സ്വദേശിയും എഞ്ചിനീയറുമായ മനോജ് അനിരുദ്ധൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ചെട്ടികുളങ്ങരയിൽ താമസമാക്കിയ മനോജ് അനിരുദ്ധൻ മാവേലിക്കര താലൂക്ക് യൂണിയൻ പ്രതിനിധി, യോഗം കൌൺസിലർ എന്നീ നിലകളിൽ നടത്തിയ മികച്ച പ്രവർത്തനമാണ് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ സഹായിച്ചത്. പട്ടികജാതി വികസന വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറും പരേതനുമായ വേഴപ്രാത്ര വീട്ടിൽ അനിരുദ്ധന്റെയും പരേതയായ താരാഭായിയുടെയും മകനാണ് മനോജ്. റേഷൻ കടകൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ക്രൈസ്തവ ആത്മായ ഐക്യവേദി ചെയർമാൻ ഔസേപ്പച്ചൻ ചെറുകാട് ആവശ്യപ്പെട്ടു. റേഷൻ കടകൾ തുറക്കാത്ത സാഹചര്യത്തിൽ APL, BPL വ്യത്യാസമില്ലാതെ റേഷൻ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാൻ സർക്കാർ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഇനി ചരമവാർത്തകൾ. മിത്രക്കരി പുളിന്തറ വീട്ടിൽ PC ശൌര്യാർ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 3 മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വളരുന്ന ടൂറിസം, തളരുന്ന കായൽ. കൈനഗിരി ഗ്രാമപഞ്ചായത്തിൽ ടൂറിസത്തിന്റെ മറവിൽ കായൽ കയ്യേറ്റം വ്യാപകം.
ചിത്തിരക്കായൽ ഒരുങ്ങുന്നു 2 പതിറ്റാണ്ടിന് ശേഷം പുഞ്ചയ്ക്കായി. നിലമൊരുക്കൽ വിലയിരുത്താൻ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ സംഘം കായൽ നിലം സന്ദർശിച്ചു. കർഷക സദസ്സ് ഈ മാസം 15-ന്. നെടുമുടിയിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിലെത്തിക്കാൻ കർഷക സദസ്സ് കേരള കോൺഗ്രസിന്റെ നേതൃത്വം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.